സോറി, എൻ്റെ കണക്ഷൻ കട്ടായി പോയി. കേൾക്കാം? അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞത്, if you take singular points like this, നേരത്തെ പറഞ്ഞ 0, 1 by എന്ന് പറയുന്ന ഒരു ഇതെടുത്തു. ഇതാണ് സിംഗുലർ പോയിന്റ്സ് വരുന്നത്. സോ if you take any neighborhood of 0, this neighborhood will contain points of 1 by n, or 0 is a non-isolated singular point. Non-isolated singular point ആണ് നമ്മൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോൺ ഐസൊലേറ്റഡിനെ വിട്ടിട്ട് ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. The first one is removable, then the second is pole, and the third is essential. ഓക്കെ, നമുക്കറിയാം ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് എന്ന് പറയുമ്പോൾ ആ സിംഗുലർ പോയിന്റിന്റെ ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ എയുടെ ചുറ്റും വേറെ സിംഗുലർ പോയിന്റ്സ് ഒന്നും ഇല്ലാത്ത ഒരു നെയ്ബർഹുഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ നെയ്ബർഹുഡിന് എയിനെയും കൂടെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ we get a deleted neighborhood where the function is analytic. I hope it is clear to you. A എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണെങ്കിൽ there is a neighborhood of A which contain no other singular point. So if you just delete the point A from this neighborhood, the function will be analytic in this ring-shaped region. Now, if a function is analytic in a ring-shaped region like this, you can write the function as a Lorentz series. So you can write f of z is equal to sigma an z minus a the whole raised to n, the positive power series, and plus sigma bn divided by z minus a the whole raised to n. ഇതാണ് ഇതിന്റെ ലോറൻസ് സീരീസ് വരുന്നത്. അപ്പോൾ ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ്സിലെല്ലാം ലോറൻസ് സീരീസ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ ഇതിനെയാണ് നെഗറ്റീവ് പവർ സീരീസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞു. ദിസ് ഇസ് കോൾഡ് ദ പ്രിൻസിപ്പൽ പാർട്ട്. ഇപ്പൊ റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവില്ല. സോ നോ ടേം ഇൻ പ്രിൻസിപ്പൽ പാർട്ട്. അതായത് z മൈനസ് എ ഡിനോമിനേറ്ററിൽ അപ്പിയർ ചെയ്യില്ല റിമൂവബിൾ സിംഗുലർ പോയിന്റ് ആണെങ്കിൽ. ഞാൻ എക്സാമ്പിൾ പറയാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇനി ഐസൊലേറ്റഡ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പ്രിൻസിപ്പൽ പാർട്ടില് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉണ്ടാവുള്ളൂ. ഫൈനൈറ്റ് ടേംസ് ഇൻ പ്രിൻസിപ്പൽ പാർട്ട്. എന്റെ ടാബിന്ന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഫൈനൈറ്റ് ടേംസ് ഇൻ പ്രിൻസിപ്പൽ പാർട്ട്. ഇനി എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പാർട്ടില് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. Infinite terms in principal part. Then we say that the singular point is an essential singular point. Now let us see an example. Now consider the function sin z divided by z. Obviously z is equal to 0 is the only singular point. നമുക്കറിയാം sin z എല്ലാവരുടെയും അനലിറ്റിക് ആണ്. So z is equal to 0 ഒറ്റൊരു സിംഗുലർ പോയിന്റ് ആണെങ്കിൽ obviously that is isolated. So z is equal to 0 is an isolated singular point. Okay. അപ്പോൾ z is equal to 0 നമ്മൾ ഇതിന്റെ സീരീസ് എക്സ്പാൻഷൻ എടുക്കാന്ന് വിചാരിക്കാം. നമുക്ക് സീരീസ് എക്സ്പാൻഷൻ എടുക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ സീരീസും എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ 1 by z എടുത്തു.
sin z ന്റെ സീരീസ് നമുക്കറിയാം. വാട്ട് ഈസ് ദ സീരീസ് ഓഫ് sin z? sin z ന്റെ സീരീസ് എന്താ? നമ്മൾ 2 ദിവസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. The series is z minus z cube by 3 factorial plus z cube by 3 factorial plus z raised to 5 by 5 factorial etc. Okay, ഇതാണ് sin z ന്റെ സീരീസ്. അപ്പോൾ നമ്മൾ ആ 1 by z കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ സീരീസ് എന്താവും? 1 minus z square by 3 factorial plus z raised to 4 by 5 factorial etc. അല്ലേ? ആ z ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. Now look at this expression. ഇതിൽ നമുക്കറിയാം z is equal to 0 സിംഗുലർ പോയിന്റ് ആണ് ഈ ഫംഗ്ഷന്റെ. പക്ഷേ സീരീസ് എക്സ്പാൻഷൻ എടുക്കുമ്പോൾ ഈ z എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ കാണാനില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല, ഇതിൽ പോസിറ്റീവ് പവർ പാർട്ട് മാത്രമേ ഉള്ളൂ. സോ ഈ കേസിലാണ് നമ്മൾ പറയുന്നത് z is equal to 0 is a removable singular point. Z is equal to 0 is a removable singular point. So ഫംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ അത് സിംഗുലർ പോയിന്റ് ആണ്. പക്ഷെ നമ്മൾ സീരീസിലേക്ക് നോക്കുമ്പോൾ ആ z എന്ന് പറയുന്ന ടേം ഡിനോമിനേറ്ററിൽ ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്ന് പറയുന്നത്. Now ഇതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് ഒന്നും കൂടി മോഡിഫൈ ചെയ്യാം. സപ്പോസ് യു ടേക്ക് sin z ഡിവൈഡഡ് ബൈ z raised to 4. സോ ഇതെടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കറിയാം z is equal to 0 ഐസൊലേറ്റഡ്, ഒറ്റ സിംഗുലർ പോയിന്റേ ഉള്ളൂ. സോ z is equal to 0 is an isolated singular point. അപ്പോൾ z is equal to 0 isolated singular point ആണ്. And when you look at the series of this function, it is 1 by z raised to 4 into again the series of sin z. So z minus z cube by 3 factorial plus z raised to 5 by 5 factorial etc. Now if you cancel that z raised to 4, we get 1 by z cube minus 1 by z into 3 factorial, okay, plus z by 5 factorial etc. And ഈ പോസിറ്റീവ് ടേം പോസിറ്റീവ് പവേഴ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്തത് z raised to 3 വരും, z raised to 5 വരും, അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് അവിടെ ഉണ്ടാവും. പക്ഷേ നെഗറ്റീവ് പവർ ഉള്ളത് ഈ 2 ടേമേ ഉള്ളൂ അല്ലേ? നെഗറ്റീവ് പവർ വരുന്നത് ഈ 2 ടേമിൽ മാത്രമേ നെഗറ്റീവ് പവർ വരുള്ളൂ. സോ ഇത് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആണ്. പോസിറ്റീവ് പവേഴ്സും ഉണ്ട്, നെഗറ്റീവ് പവേഴ്സും ഉണ്ട്. ആൻഡ് the negative power part, that is principal part, contains aditya z cube annalla, okay, contains only a finite number of terms. ഇവിടെ 2 terms ഏ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ finite number of terms മാത്രമേ നെഗറ്റീവ് പവേഴ്സിൽ വരണമല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ്സ് എ പോൾ. ഇനി ഈ പോളിന് നമ്മൾ എപ്പോഴും ഓർഡർ പറയും. the order of the pole is the highest power in the denominator. അപ്പോൾ ഇവിടെ നമുക്ക് 3 ആണ് ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ വന്നിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എ പോൾ ഓഫ് ഓർഡർ 3. അപ്പോൾ 1 by z raised to m വരെയാണ് ഈ പ്രിൻസിപ്പൽ പാർട്ട്. up to 1 by z raised to m ആണെങ്കിൽ we say that it is a pole of order m. അപ്പോൾ റിമൂവബിൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിൻസിപ്പൽ പാർട്ട് ഉണ്ടാവേ ഇല്ല. പോൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ പാർട്ടിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉണ്ടാവുള്ളൂ. ഇനി ആ പവർ എവിടെ വരെ പോണോ അതിനെയാണ് ആ പോളിന്റെ ഓർഡർ എന്ന് പറയുക. സോ ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് എ പോൾ ഓഫ് ഓർഡർ 3, റൈറ്റ്? ഇനി എസെൻഷ്യലിനും ഒരു എക്സാമ്പിൾ കണ്ടിട്ട്
നമുക്ക് തിരിച്ച് ലോറൻസ് സീരീസിലേക്ക് പോവാം. സോ ഇഫ് യു കൺസിഡർ e raised to 1 by z, what is the expansion of e raised to 1 by z? നമ്മൾ e raised to z ന്റെ എക്സ്പാൻഷൻ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറ്റ് ഈസ് വാലിഡ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് z. സെറ്റിന്റെ പ്രത്യേകതയൊന്നുമില്ല, കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ വാല്യൂസിനും ആ എക്സ്പാൻഷൻ വാലിഡ് ആണ്. സോ e raised to 1 by z നെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to z നെ എങ്ങനെ എഴുതാം? One plus z square by 2 1 plus z square by 2 factorial plus z cube by 3 factorial etc. Right? അപ്പോൾ ഈ z ന്റെ പ്ലേസിൽ 1 by z കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് e raised to 1 by z കിട്ടും. So what is e raised to 1 by z? 1 plus z raised to minus 1. 1 plus 1 by z plus 1 by z square. 1 by z square into 2 factorial plus 1 by z cube into 3 factorial etc. Right? And now if you look at the principal part, ഇതിൽ ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോകും അല്ലെ. ഡിനോമിനേറ്ററിൽ 1 by z raised to 4, 1 by z raised to 5 എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്ററിൽ പവർ ഇൻക്രീസ് ചെയ്തു പോകും. ഓർ ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ്. സോ ഹിയർ നമ്മുടെ സിംഗുലർ പോയിന്റ് നമുക്ക് വീണ്ടും വരുന്നത് ഡിഫറൻഷ്യബിൾ അല്ലാത്തത് z ഈക്വൽ ടു 0 തന്നെയാണ്. കാരണം നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ദ ഡെറിവേറ്റീവ് വിൽ നോട്ട് എക്സിസ്റ്റ് അറ്റ് z is equal to 0. അപ്പൊ z is equal to 0 തന്നെയാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. ദാറ്റ് ഇസ് ദ ഓൺലി സിംഗുലർ പോയിന്റ്. e raised to z എല്ലാവരുടെയും അനലറ്റിക് ആണ്. അപ്പൊ 1 by z അനലറ്റിക് അല്ലാത്ത അല്ലെങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ് ആണ് z ഈക്വൽ ടു 0. അപ്പൊ z ഈക്വൽ ടു 0 ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. ആൻഡ് z ഈക്വൽ ടു 0ന്റെ പവറിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അതുകൊണ്ട് z ഈക്വൽ ടു 0 ഇസ് എ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ്. അപ്പൊ എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്ററിൽ ഇതിനെ കളയാനായിട്ട് നമുക്ക് പറ്റില്ല. പോളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ z മൈനസ് a ഹോൾ റേസ് ടു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ നിന്ന് ഈ ടേം പോകും. അതാണ് പ്രത്യേകത. സോ z is equal to 0 is an essential singular point of the function e raised to 1 by z. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ബ്രോഡ്ലി വി ക്ലാസിഫൈഡ് singular points into isolated and non-isolated, and isolated singular point is one where you can find a neighborhood of that singular point which contain no other singular point. So that results in a deleted neighborhood of that singular point where the function is analytic. Hence you can write the Lorentz series at an isolated singular point. ഇപ്പൊ ലോറൻസ് സീരീസ് എഴുതി കഴിഞ്ഞാൽ നെഗറ്റീവ് പവർ പാർട്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നെഗറ്റീവ് പവേഴ്സ് ഇല്ല. ലോറൻസ് സീരീസ് എഴുതുമ്പോൾ z is equal to a എക്സ്പാൻഡ് ചെയ്തിട്ട് ലോറൻസ് സീരീസ് എഴുതുന്ന സമയത്ത് പ്രിൻസിപ്പൽ പാർട്ടിൽ ഒറ്റ ടേമും ഇല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ റിമൂവബിൾ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ എന്ന് പറയും. ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് 1 by z മൈനസ് a ഹോൾ റേസ് ടു m വരെയാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആ പോളിന്റെ ഓർഡർ m ആണെന്ന് പറയുന്നു. ഇനി എസെൻഷ്യൽ സിംഗുലർ പോയിന്റിലേക്ക് വരുമ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ടെർമിനേറ്റ് ചെയ്യില്ല. യു വിൽ ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ പ്രിൻസിപ്പൽ പാർട്ട്. ആൻഡ് വി ഹാവ് സീൻ an example for each of it. Sin z by z ല് z equal to 0 ഐസൊലേറ്റഡ് സിംഗുലർ പോയിന്റ് ആണ്. കാരണം അതിന്റെ സീരീസ് എഴുതുമ്പോൾ അതിൽ നെഗറ്റീവ് പവേഴ്സ് ഇല്ല. So z is equal to 0 is a removable singular point. ഇനി sin z by z raised to 4 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിപ്പൽ പാർട്ടിൽ 2 ടേം കാണാൻ പറ്റും. അപ്പോ അത് പോളാണ്. ഈ പോളിന്റെ ഓർഡർ കാണാനായിട്ട് എവിടെ വരെ പവർ പോണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്ക് 1 by z ക്യൂബ് വരെയാണ് പോകുന്നത്. So it is a pole of order 3. Then
ഇവിടെ e raised to 1 by z എടുത്തു കഴിഞ്ഞാൽ നമ്മൾ e raised to 1 by z ന്റെ z equal to 0 എക്സ്പാൻഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നെഗറ്റീവ് ടേംസ് കിട്ടും, നെഗറ്റീവ് പവർ ടേംസ് കിട്ടും. So z is equal to 0 is an essential singular point. So these are the classification of singular points. ഇനി നമുക്ക് റെസിഡ്യൂ തിയറം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് പോകേണ്ടത്. റെസിഡ്യൂ തിയറത്തിലേക്ക് പോണതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞു എന്ന് മാത്രം, ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എന്താണെന്നുള്ളത്. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് വെച്ച് ചോദിക്കുക. ഈ ക്ലാസിഫിക്കേഷൻ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. സംശയമൊന്നുമില്ല. സോ ഞാൻ നോട്ട്സിൽ ഇതിൽ 1-2 എക്സാമ്പിൾസും കൂടി ഉണ്ട്. z² e raised to 1 by z. ഇപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 2 ടേം ന്യൂമറേറ്ററിലേക്ക് പോകും, പോസിറ്റീവ് പവറിലേക്ക് പോകും. എന്നാലും നെഗറ്റീവ് പവറിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും. സോ വീണ്ടും എസെൻഷ്യൽ സിംഗുലർ പോയിന്റ് തന്നെയായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. sin z by z. Then if you consider sin z by z minus pi. ഇപ്പോൾ sin z by z minus pi എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം z is equal to pi ആണ് ഇതിന്റെ ഓൺലി സിംഗുലർ പോയിന്റ്. അപ്പോൾ z is equal to piയിലെ ലോറൻസ് സീരീസ് കാണാനായിട്ട് നമ്മൾ നോക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ z is equal to pi എന്നുള്ള പോയിന്റിൽ എക്സ്പാൻഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് sin z by z minus pi. അപ്പോൾ ഇതിന് sin z അനലിറ്റിക് ആണ്. അപ്പോൾ ഓൺലി സിംഗുലർ പോയിന്റ് z equal to pi. ഇപ്പോൾ z equal to piയിലത്തെ ലോറൻസ് സീരീസ് കാണാൻ നോക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ ചെയ്ത പോലെ ഫംഗ്ഷനിൽ സെഡിനെ മാറ്റിയിട്ട് z മൈനസ് പൈ ആക്കണം. സോ സൈൻ z മൈനസ് പൈ പ്ലസ് പൈ, റൈറ്റ്? സൈൻ z as sin z minus pi plus pi divided by z minus pi, right? And t equal to z minus pi എന്നാണ് നമ്മൾ എഴുതുന്നത്. So this becomes sin t plus pi divided by t, right? And sin t plus pi എന്താ വരാ? t plus pi എന്ന് പറയുമ്പോൾ third quadrant വരാം. So sin t plus pi is equal to minus sin t, അല്ലേ? minus sin t വരും. This divided by t. So we get this as നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ minus 1 by t into sin t യുടെ എക്സ്പാൻഷൻ ചെയ്ത which is t minus t cube by 3 factorial etc. So here we get minus 1 plus t square by 3 factorial etc. അപ്പോൾ വീണ്ടും പ്രിൻസിപ്പൽ പാർട്ടിൽ നമുക്ക് നെഗറ്റീവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും കൂടെ ടീനെയും കൂടി മാറ്റിയിട്ട് എഴുതാം. സോ വി ഗെറ്റ് minus 1 plus z minus pi the whole square by 3 factorial etc. Okay, so we can see that this has no principal part, or z is equal to pi is a removable
സിംഗുലർ പോയിന്റ്. ഇത് നോട്ടില് തെറ്റിയിട്ട് കോസ് എന്നാണ് എഴുതിയിരിക്കണേ. ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. പെട്ടെന്ന് ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് റിട്ടൺ ആസ് കോസ് സെഡ് മൈനസ് പൈ. കോസ് സെഡ് മൈനസ് പൈ അല്ല, മൈനസ് സൈൻ സെഡ് മൈനസ് പൈ തന്നെയാണ് വരുന്നത്. ഇവിടെ ഈ സീരീസ് ഒന്ന് കറക്റ്റ് ചെയ്ത് വൃത്തിയായിട്ട് എഴുതാം. എനിവേ ഇറ്റ് ഈസ് എ റിമൂവബിൾ സിംഗുലർ പോയിന്റ്. അല്ലെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ. ഞാൻ നിങ്ങൾക്ക് അയക്കുമ്പോൾ അത് മാറ്റിയിട്ട് അയക്കാം. സോ വീണ്ടും അപ്പോൾ സെഡ് ഈക്വൽ ടു 0 മാത്രമല്ല ചെക്ക് ചെയ്യാൻ പറ്റുക, ഏത് പോയിന്റിലാണോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ പോയിന്റിലെ ലോറൻസ് സീരീസ് എഴുതാം. ലോറൻസ് സീരീസ് എഴുതി കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ പാർട്ടിലേക്ക് നോക്കിയിട്ട് സിംഗുലർ പോയിന്റ് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഈ പോൾസിലേക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്.